അല്ലെങ്കിൽ നമ്മളൊരു ചീരയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിതിന് മുമ്പ് ഒരു ചീര വീഡിയോ ഇട്ടിരുന്നു, പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ അത് രണ്ടാമത് നമ്മൾ രണ്ടാം പാർട്ട് ഇടുകയാണ്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇത് സൂര്യപ്രകാശം കൊണ്ടുകഴിഞ്ഞാൽ ഇത് ബ്രൗൺ കളറാകും. കണ്ട ഇത് കണ്ട ഈ കളറാണ്, ചുവപ്പ് കളറോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്കും. അപ്പോൾ ഇവിടെ ബ്രൗൺ കളറായിട്ടാണ് കാണണം. പിന്നെ ഈ ചീര നമ്മൾക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, കാൽസ്യ ചീര എന്നൊരു പേരും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ കാൽസ്യം എന്ന് പറഞ്ഞാൽ കാൽസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ രണ്ടാമത് വേറൊരു പേരും കൂടി മത്സ്യാക്ഷി എന്നുണ്ട്. മത്സ്യാക്ഷി എന്ന് പേര് വരാൻ കാര്യം എന്ന് വെച്ചാൽ ഈ മത്സ്യത്തിൻ്റെ കണ്ണില്ലേ, കണ്ണിൻ്റെ കൂട്ട് ഒരു പൂവുണ്ട്, ഇത് കണ്ട സാമ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തുണി കാണിക്കുന്നത്, ഇത് കണ്ട. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിന് മത്സ്യാക്ഷി ചീര എന്നൊരു പേര് വന്നത്. അപ്പോൾ ഇത് ഈ ചീര ആദ്യമായിട്ട് കണ്ടത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയുടെ പല സ്ഥലത്തും പിന്നെ എല്ലായിടത്തും ഇതും കാണാൻ പറ്റും, വളർന്നു വരുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇത് 5 ഉള്ളൂ, പക്ഷേ 60 കൂടുതൽ ഇനങ്ങളുണ്ട് ഇത്. അപ്പോൾ ഈ 5 എന്ന് പറഞ്ഞാൽ പച്ചയുണ്ട്, പിങ്കുണ്ട്, ബ്രൗൺ ഉണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞ്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ കാണുന്നത് പിങ്കും പച്ചയും ബ്രൗണുമാണ്. പക്ഷേ ഈ ചീര നമ്മുടെ ഇവിടെ കേരളത്തിൽ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നു. അവിടെ പ്രധാനമായിട്ട് കറികളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീരയാണ്. അപ്പോൾ ഈ ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഔഷധത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ചീര, അതാണ് പ്രധാനം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലായിട്ട് ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്കായിട്ട് ഈ ചീര തോരൻ വെച്ച് കഴിക്കാറുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തവരൊക്കെ ഈ ചീര ഡെയിലി കഴിച്ചിട്ട് അതിന് ഈ കണ്ണിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിലും ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചീര സൂപ്പായിട്ടും സലാഡിലായിട്ടൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഇത് സാധാരണ ഈ തോരൻ വെച്ച് കൂടാതെ ഇതിൻ്റെ ഇല തിളപ്പിച്ച് കുടിച്ചാൽ പ്രഷറൊക്കെ കുറയുന്ന പറയുന്നത്, പെട്ടെന്ന് കുറയുന്ന പറയുന്നത്. പിന്നെ ഇതിൻ്റെ നീരെടുത്തിട്ട് യൂറിനറി ഇൻഫെക്ഷനൊക്കെ മാറ്റാനുള്ള ഒരു കഴിവുണ്ടെന്ന്, അത് വൈദ്യുതിയിലേക്ക് തന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ചീര സമൂലം മൊത്തം ഇടിച്ചു പിഴിഞ്ഞ നീര് എടുത്തിട്ട് പനി, വയറിളക്കം, പേശി സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ബ്രോങ്കൈറ്റിസ്, ചുമ, ശ്വാസകോശ രോഗങ്ങൾ, മറ്റ് ഔഷധമായിട്ടൊക്കെ ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് മിക്കവരും. ഈ ശരീരത്തിലെ മുറിവും ചൊറി, അതുപോലെ ശരീരം പൊള്ളിക്കഴിഞ്ഞിട്ടൊക്കെ ഇതൊക്കെ അരച്ച് പെട്ടി അങ്ങനെ ഭേദമാകേണ്ടതെന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ചീര അങ്ങനത്തെ ഒരു പ്രയോജനമുള്ള ചീരയാണ്. അപ്പോൾ ഇത് വർധനവെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് കാറ്റിലൂടെ പറന്നു വന്നിട്ട് വിത്ത് വിതരണം നടത്തി അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ഇത് തനിയെ കിളുത്ത് വരാറുണ്ട്. ഈ വിത്ത് വഴി കാറ്റിലൂടെയാണ് ഈ വിത്ത് പറന്ന് ഇങ്ങനെ വന്നിട്ട് വിളരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിനൊരു നമുക്ക് നടയണമെങ്കിൽ ഇതിൻ്റെ ഒരു മുട്ടുണ്ട്, ഇത് കണ്ട, ഇതൊരു മുട്ട് കണ്ട, അതായത് ഇതൊരു മുട്ട്. ഈ മുട്ടിൽ നിന്ന് ഇങ്ങനെ പടർന്ന് വളരും. അങ്ങനെ ഒരു പടർന്ന് വളരുന്ന ചീരയാണ്. അപ്പോൾ ഈ ചീരയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന അൾട്ടർനാന്തിറ സെസലീസ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ശാസ്ത്രനാമത്തിൽ. അപ്പോൾ ഇത് തണ്ടും ചെറിയ ഇതിലൊക്കെ ചെറിയ ഇലയൊക്കെ തേട്ടൊക്കെ നമുക്ക് തോരൻ വെച്ചാൽ. അപ്പോൾ തമിഴ്നാട്ടിലാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ അവർ ഇതിന് പൊന്നാങ്കണ്ണി എന്ന് പറയുന്നതെല്ലാം പൊന്നെന്ന് വെച്ചാൽ ഇതാണെന്നാണ് പറയുന്നത്, കണ്ണിന്. അപ്പോൾ അവിടെ കന്നഡ എങ്ങ് ഉപയോഗിക്കേണ്ടെന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. കറക്റ്റായിട്ട് അറിയില്ല, ഇങ്ങനെ പറയുന്നില്ല, അങ്ങനെ ഒരു ചെയ്യണം. അപ്പോൾ ഇതുപോലെ വീഡിയോകൾ ഇനി നമ്മൾ തുടർന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോ നമ്മളെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, തുടർന്ന് വാച്ച് ചെയ്യണം. താങ്ക്സ്.